നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ തഞ്ചാവൂരിലേക്കൊരു ബഡ്ജറ്റ് യാത്ര നടത്തുകയാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് തഞ്ചാവൂർ പോയി ക്ഷേത്ര ദർശനവും ഉള്ള ബാക്കിയുള്ളതെല്ലാം കണ്ട് നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു യാത്രയുടെ വിവരണമാണ് ഇത്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ 11:30-ക്കുള്ള തൃച്ചി എക്സ്പ്രസ് ഡേ ടൈം ഓടുന്നതാണ്. 11:30-ക്ക് നമ്മളിതിൽ കയറി കഴിഞ്ഞ് 170 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 6 മണിയോടുകൂടി തൃശ്ശിനാപ്പള്ളിയിൽ എത്താൻ പറ്റും. അവിടുന്ന് വളരെ അടുത്താണ് തഞ്ചാവൂർ ക്ഷേത്രം. അവിടെ റൂം റെൻ്റൊക്കെ വളരെ കുറവാണ്. 400 രൂപ, 500 രൂപ, 600 രൂപയ്ക്ക് നല്ല റൂം കിട്ടും. അപ്പം ആ യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ. നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പം നമുക്ക് ആ തിരുനെൽവേലി കഴിഞ്ഞ് നമ്മുടെ കാവൽക്കിണർ ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്ക് ധാരാളം 100 കണക്കിന് വിൻമില്ലുകൾ, കാറ്റാടി മരങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ടാണ് 100 കണക്കിന്, 1000 കണക്കിന് വിൻമില്ലുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാം. എല്ലാം നന്നായിട്ട് കറങ്ങുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നല്ലൊരു പങ്കും ഈ കാറ്റാടി മരത്തിനെ ആശ്രയിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അത്രയും കാറ്റുള്ളത് കൊണ്ട് അത്രയും കാറ്റാടി മരങ്ങൾ അവർക്ക് അവിടെ സ്ഥാപിക്കാൻ കഴിയുന്നുള്ളതാണ്. വൈകിട്ടോടെ തൃച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടുന്ന് ബസ്സിലാണ് തഞ്ചാവൂരേക്ക് പോയത്. തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ബസ് വന്ന് നിൽക്കുന്നത്. അവിടുന്ന് 5 കിലോമീറ്ററാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ തമിഴരെല്ലാവരും പെരിയകോലും എന്നാണ് പറയുന്നത്. തഞ്ചാവൂർ ക്ഷേത്രത്തെ അവർ വിളിക്കുന്നത് പെരിയകോലും എന്നാണ്. അപ്പം ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റും. തമിഴർ ഇതിനെ പെരിയകോവിൽ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിന് പല സമയങ്ങളിൽ പല പല പേരുകളായിരുന്നു. AD 1010 പണി പൂർത്തിയാക്കിയ രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രത്തിന് ഇട്ടിരുന്ന പേര് രാജരാജേശ്വര ക്ഷേത്രമെന്നായിരുന്നു. പിന്നീട് വന്ന നായിക്യ, പാണ്ഡ്യ, മറാഠ രാജവംശക്കാർ പല രാജാക്കന്മാരും ഇതിൽ ചില കവാടങ്ങളും ചില ഉപക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുമുണ്ട്. ഈ കാണുന്ന ചെറിയ വാതിൽ ഇത് മറാഠ സാമ്രാജ്യ സമയത്ത് പണിതപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കഴിഞ്ഞാൽ അകത്ത് 2 പ്രധാന ഗോപുരവാതിലാണുള്ളത്. ഇതിൽ ആദ്യം കാണുന്ന ഗോപുരവാതിൽ ഇതാണ്. ഇതിൻ്റെ പേര് കേരളാന്തകൻ തിരുവാസൽ എന്നാണ്. ഇത് കേരളത്തിലെ ഭാസ്കര രവിവർമ്മ രാജാവിനെ ചോള രാജൻ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിളിപ്പേരാണ് കേരളാന്തകൻ എന്നുള്ളത്. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഈ ആദ്യ വാതിലിന് കേരളാന്തകൻ തിരുവാസൽ എന്ന പേരിട്ടിരിക്കുന്നത്. ഈ കവാടത്തിന് സമീപം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്കെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് കാണേണ്ട സ്ഥലങ്ങളൊക്കെ അക്കമിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ സഹായകരമായിരിക്കും. ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നാണ് വിളിച്ചിരുന്നെങ്കിലും പിന്നീട് വന്ന നായ്ക്കർ അതിനെ ഔഡിയാർ ക്ഷേത്രമെന്നാണ് വിളിച്ചിരുന്നത്. ഇതെല്ലാം ശിവൻ്റെ വിളിപ്പേരുകളാണ്. പിന്നീട് മറാഠ സാമ്രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തിന് ഇന്ന് അറിയപ്പെടുന്ന ബൃഹദേശ്വര ക്ഷേത്രമെന്ന പേരുണ്ടായത്. കേരളാന്തകൻ കവാടം കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോകുന്നത് രാജരാജൻ തിരുവാസലിലേക്കാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വളരെ വൃത്തിയോടെയും ഭംഗിയോടെയും കൂടിയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കവാടം കടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് പ്രധാന ഗോപുരം നിൽക്കുന്ന ക്ഷേത്രത്തിലേക്ക് കടക്കാൻ. പ്രധാന കവാടം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അതിവിശാലമായ ഒരു ക്യാമ്പസാണ്. അതുമാത്രമല്ല, അതിനെ അതിരിട്ട് നിൽക്കുന്ന 100 കണക്കിന് കൽത്തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു നടപ്പന്തൽ നമുക്ക് കാണാൻ പറ്റും. ഈ നടപ്പന്തലിൻ്റെ വലിയൊരു ഭാഗത്ത് 100 കണക്കിന് ശിവലിംഗങ്ങളുണ്ട്. പല പല വലിപ്പത്തിലും പല രൂപങ്ങളിലുമുള്ള ശിവലിംഗങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ തഞ്ചാവൂർ എന്ന്
കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താ ഓടിയെത്തുക? നൃത്തവും പാട്ടും ഒക്കെ തന്നെയാണ്. അത് ചോളരാജാവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ആ രീതിയിലാണ് തഞ്ചാവൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. അക്കാലത്ത് ഇവിടെ ഡാൻസ് കളിക്കാൻ വരുന്ന നർത്തകിമാരും അത് ആസ്വദിക്കാൻ വരുന്ന പ്രേക്ഷകർക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമായിരുന്നു ഈ നടപ്പന്തൽ. അതുപോലെ തന്നെ ഈ കാമ്പസിൽ ഒരുപാട് കൽമണ്ഡപങ്ങളുണ്ട്. അവിടെ എല്ലാം മിക്ക ദിവസങ്ങളിലും ഓരോരോ പ്രോഗ്രാം നടക്കുന്ന മണ്ഡപങ്ങളാണത്. അത്തരം ഒരു കൽമണ്ഡപത്തിൻ്റെ മുകളിൽ ഒരു കൽപ്പന്തലുണ്ട്. അവിടെയാണ് നന്ദി വിഗ്രഹമുള്ളത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നന്ദി വിഗ്രഹമായിരിക്കും ഇത്. 12 അടി ഉയരവും 20 അടി നീളവും 25 ടൺ ഭാരവുമുള്ള ഒരു ഒറ്റക്കൽ പ്രതിമയാണ് ഈ നന്ദി വിഗ്രഹം. ഈ പ്രതിമയുടെ ഇരുവശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. നന്ദി പ്രതിമയോട് ചേർന്ന് തന്നെയാണ് പാർവതി ദേവി ക്ഷേത്രമുള്ളത്. ഇതിൻ്റെ വലത് സൈഡിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ബൃഹനായകി ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ പാർവതിയാണ്. ഇവിടെ തന്നെയാണ് കുടിമരമുള്ളത്. കുടിമരത്തിൻ്റെ നേരെ കാണുന്നതാണ് ബൃഹദീശ്വര ക്ഷേത്രം. ആ കാണുന്ന ഗോപുരത്തിനടിയിലാണ് ഇവിടുത്തെ പ്രധാന ശ്രീകോവിലുള്ളത്. അവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠ. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് ഈ അമ്പലത്തിലായിരിക്കാം. 66 മീറ്ററാണ് ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉയരം. ഈ ഗോപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന ഒറ്റക്കൽ താഴികക്കുടമാണ്. ശിഖരം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കിയേ, 66 മീറ്റർ ഉയരമുള്ള ഒരു ഗോപുരത്തിൻ്റെ മുകളിലേക്ക് 80 ടൺ ഭാരമുള്ള ഒരു ഒറ്റക്കൽ കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളത് എത്രമാത്രം കഷ്ടപ്പെട്ടൊരു പണിയാണ്. 4 കിലോമീറ്ററോളം മണ്ണ് ചരിച്ച് ഇട്ടിട്ട് അതിലൂടെ ആനയുടെയും മനുഷ്യൻ്റെയും സഹായത്തോടെ ഉരുട്ടി കൊണ്ടുപോയി സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. AD 985 തുടങ്ങി AD 1010 പണി പൂർത്തിയാക്കിയ ഈ ക്ഷേത്രം കുഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന പ്രധാന ശില്പിയുടെ മേൽനോട്ടത്തിലാണ് പൂർത്തിയാക്കിയത്. പിന്നീട് വന്ന നായിക്യ, പാണ്ഡ്യ, മറാഠ സാമ്രാജ്യങ്ങൾ, അവിടുത്തെ രാജാക്കന്മാർ പല നിർമ്മിതികളും കൂട്ടിച്ചേർക്കലുകളും ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുമുണ്ട്. മനോഹരങ്ങളായ കല്ലുപാകിയ മുറ്റം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്ര വളപ്പിൽ മുരുകൻ, ഗണപതി, നവഗ്രഹ ക്ഷേത്രം, കരിക്കുര ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം തുടങ്ങി 10ഓളം ക്ഷേത്രങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉപക്ഷേത്രങ്ങളായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രം വലം വച്ച് നമ്മൾ നടന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന പല കൊത്തുപണികളും നമുക്ക് കാണാൻ പറ്റും. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകുന്ന സൃഷ്ടികളും നിർമ്മിതികളുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കാണുന്ന പ്രധാന നിർമ്മിതികളെല്ലാം ചോളരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെങ്കിലും നമ്മൾ ആദ്യം കണ്ട നന്ദി വിഗ്രഹവും അതിനോട് ചേർന്നുള്ള പാർവതി ദേവി ക്ഷേത്രവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ഒക്കെ നായ്ക്കരുടെ കാലഘട്ടത്തിൽ പണിഞ്ഞതാണ്. നമ്മൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ രണ്ട് നിർമ്മിതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ കവാടം പണിഞ്ഞതും മറാഠ രാജവംശമായിരുന്നു. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തം നിർമ്മിതിയുമായിട്ട് ആ കവാടത്തിന് യാതൊരു ബന്ധവുമില്ല. ഇനിയും നിങ്ങൾ ഇതുവരെ ഈ തഞ്ചാവൂർ ക്ഷേത്രം
സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ചെലവ് ചുരുക്കി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം. എനിക്ക് ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച് ഭക്ഷണം ഉൾപ്പെടെയുള്ള ചിലവ് 1300 രൂപയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ട്രെയിൻ കയറിയത്. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോയതും. എനിക്ക് എൻ്റെ ട്രെയിൻ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, എൻ്റെ റൂം റെൻറ്റ്, എൻ്റെ ഫുഡ് എല്ലാം ഉൾപ്പെടെ 1300 രൂപ മാത്രമാണ് എനിക്ക് ചിലവായത്. ഇവിടെ ക്ഷേത്രം മാത്രമല്ല, ഇവിടെ ഒരു പാലസുണ്ട്. പിന്നെ നമ്മുടെ തമിഴ് പുലികളുടെ ഒരു മ്യൂസിയമുണ്ട്. നിങ്ങൾ വരുന്നെങ്കിൽ അതെല്ലാം കണ്ടിട്ടേ പോകാവൂ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.